Hello guys, welcome back to my channel. സോ ഇന്ന് ഞാനൊരു ക്വിക്ക് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ അടുത്ത് ഉണ്ടാക്കിയൊരു പ്രോൺസിൻ്റെ ബിരിയാണി ആയിരുന്നു. കൈൻഡ് ഓഫ് ലൈക്ക് ലെയർ ബിരിയാണി. ഞാൻ YFL എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഇതുണ്ടാക്കിയത്. ഇറ്റ് ടേൺഡ് ഔട്ട് സോ യം. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായ ഒരു ബിരിയാണി മസാലയാണ് യൂസ് ചെയ്തത്. പക്ഷെ അതിൽ നെക്സ്റ്റ് ടൈം ഞാൻ എക്സാക്ട്ലി പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്തില്ല. ഇച്ചിരി എൻ്റെ ഒരു ചേഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാനതിനൊരു കൊച്ചു ക്ലിപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇറ്റ്സ് ഗോൺ ടു ടേസ്റ്റ് സോ യം. പക്ഷേ ഇഫ് യു ഡു നീഡ് യു ക്യാൻ ട്രൈ ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് മീറ്റ് ഇഫ് ഐ എം നോട്ട് റോങ്. ഞാനിതിൽ ചിക്കനും കൂടെ ട്രൈ ചെയ്യണമെന്നുണ്ട്. വെൻ ഐ ട്രൈ ഐ വിൽ ട്രൈ ടു അപ്ലോഡ് അനദർ വീഡിയോ. So yes, enjoy this video and please support me by liking, sharing and subscribing my channel. Thank you guys. So ഒരു ഹെവി ബോട്ടം പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അണിയൻസ് ഇട്ട് സോട്ട് ചെയ്യണം. വേറെ ഒന്നുമില്ല. ഈ പാത്രത്തിൽ ചോട്ടി പിടിക്കുന്ന വിചാരിക്കുന്നത് ഇതൊരു കാസ്റ്റ് അയൺ പാത്രമാണ്. പക്ഷേ ഇച്ചിരി വാട്ടർ വിടുമ്പോൾ അതൊക്കെ പോവും. പക്ഷേ മെയിൻ കാര്യം ഞങ്ങൾക്ക് ഈ ബിരിയാണിക്ക് നന്നായിട്ട് അനിയൻ സോട്ടേ ആവണം. അതിൻ്റെ പിന്നെ ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഇച്ചിരി ബോട്ടറി ആയ പേസ്റ്റായിരുന്നു, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇത്രയും ബ്രൗൺ ആയ പിന്നെയാണ് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യേണ്ടത്. ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്ത് അതിനെ നന്നായിട്ട് ഇത്രയും ബ്രൗൺ ആവണേ അനിയൻസ്, അതാണ് മെയിൻ. പിന്നെ ഞാനിതിൽ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഉള്ള ബിരിയാണി മസാല ഇടുക, ഇല്ലെങ്കിൽ ദ യൂഷ്വൽ ചില്ലി പൗഡർ, മല്ലിപ്പൊടി ആൻഡ് ദോസ് തിങ്സ്. പിന്നെ ഞാൻ ഇവിടെ ഇച്ചിരി വെള്ളവും കൂടെ ഇട്ട് ഇതിനെ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ പച്ചമണം പോണ്ടേ, അതിനെ നന്നായിട്ട് കുക്ക് ചെയ്യാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓയിലൊക്കെ മുകളിലോട്ട് വരുമ്പോഴാണ് ടൊമാറ്റോസ് ആഡ് ചെയ്യുന്നത്. എനിക്കിവിടെ ടൊമാറ്റോസ് കട്ട് ചെയ്തിട്ടുള്ളത് തെറ്റാണ്. ഇച്ചിരി കൂടെ നല്ല നൈസായിട്ട് കട്ട് ചെയ്യണം. തിൻലി സ്ലൈസ്ഡ് ടൊമാറ്റോസ് ആണ് നല്ലത്. നന്നായിട്ട് കുക്ക് ചെയ്യേണ്ടത്. മാഷായി ഒരു നല്ല ഒരു തൊക്ക് ടൈപ്പ് വരണം. അപ്പോൾ ഈ ടൊമാറ്റോസിനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. പിന്നെ ടൊമാറ്റോസ് നന്നായിട്ട് കുക്കായി ഇങ്ങനെ ഉടഞ്ഞ് മാഷ് ആവുന്നവരെയും നമുക്ക് ഈ ടൊമാറ്റോസിനെ കുക്കാക്കി എടുക്കണം. സോ ബിരിയാണി മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ YFL അവരുടെ മസാല റെസിപ്പി ഉണ്ട്, അത് ഫോളോ ചെയ്യാം. പിന്നെ ഞാനിതിൽ കേർഡ് ആഡ് ചെയ്ത്, പിന്നെ റംബ ഇല എൻ്റെ ആഡിഷനാണ്. ഐ ലൈക്ക് റംബ ഇല എല്ലാത്തിനും. അപ്പം ഞാനത് റംബ ഇല ആഡ് ചെയ്തിട്ടുണ്ട്. കേർഡും കൂടി ഇട്ടിട്ട് ഇതിന് നന്നായിട്ട് കുക്ക് ചെയ്യണം. കേർഡിൻ്റെ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, അത് പോകണം, കംപ്ലീറ്റ്ലി പോകണം. എന്നിട്ട് ഇതാണ് ബേസിക്കായിട്ട് ഇതിൽ ഉള്ള ഒരു കാര്യം. പിന്നെ ഞാൻ പിന്നെയും ടൊമാറ്റോസ് ഉടയ്ക്കാൻ നോക്കുന്നു, ബിക്കോസ് ഇത് വലിയ ചങ്കി ആകാൻ ഉടയുന്നില്ല. എന്നിട്ട് എണ്ണ മുകളിൽ ഇങ്ങനെ വരണം. ഇങ്ങനെ എണ്ണ മുകളിൽ വരുമ്പോൾ ക്ലീൻഡ് വിത്ത് പിന്നെ സോൾട്ട്, വിനിഗർ ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടേമറിക് ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് പ്രോൺസ്, കൊച്ചു പ്രോൺസ് ആണെങ്കിലാണ് ഏറ്റവും നല്ലത്. ഈ വലിയ പ്രോൺസ് അത്രയും കൊള്ളൂല. അത് കാരണം ഒരു മീഡിയം ടു സ്മോൾ പ്രോൺസ് ആണെങ്കിൽ, കൊച്ചു പ്രോൺസ് ആണെങ്കിൽ ഇച്ചിരി കൂടെ ഉള്ളത്, മീഡിയം പ്രോൺസ് ഓക്കെ. എന്നിട്ട് ഞാൻ ഇതിന് ലൈറ്റായിട്ടൊരു മിക്സിങ് കൊടുക്കുന്നേ ഉള്ളൂ. ബിക്കോസ് പ്രോൺസ് ആയതാണ് അത് വേഗം കുക്കാവും. സോ എൻ്റെ ബിരിയാണിയിൽ അതായിരുന്നു ഒരു പ്രശ്നം. എൻ്റെ പ്രോൺസ് ആക്ച്വലി ഇച്ചിരി കൂടെ വേഗം കുക്കായി. ഞാനിത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഡിറക്റ്റായിട്ട് ദം ചെയ്യാൻ വെച്ച്. ബൈ ദിസ് ടൈം സിമൾട്ടേനിയസ്ലി കൈൻഡ്ലി ഒരു 80% കുക്ക്ഡ് റൈസ് നിങ്ങൾ സൈഡിൽ വെക്കണം. അത് നന്നായിട്ട് വെന്ത് വേണം. അപ്പം ഞാൻ ഇതിനെ പൊക്കി ഒരു ചൂടായ ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ റൈസ് ഇട്ട് ലെയർ ചെയ്യുകയാണ്. ഇതാണ് അതിൻ്റെ ബേസ്. പിന്നെ ഇച്ചിരി മല്ലിയില, ഗീ ആൻഡ് പാല് മിക്സ് ചെയ്ത ടേമറിക് വാട്ടർ, സാഫ്രൻ ഇട്ടില്ല ഞാൻ, ഇതായിരുന്നു ഞാൻ ചെയ്തത്. എന്നിട്ട് 20 minutes ദം ചെയ്ത് ആൻഡ് ഇറ്റ് വാസ് ഡൺ ആൻഡ് ഇറ്റ് ടേസ്റ്റഡ് സോ യം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇച്ചിരി ലെമണും കൂടെ വെച്ചാണ് ഞാൻ സെർവ് ചെയ്തത്. പക്ഷേ യം. Thank you so much for watching. Please try and let me know in the comments how you liked it.